കൊൽക്കത്ത ആർജേക്കർ മെഡിക്കൽ കോളേജിൽ കൊടിയ പീഡനങ്ങളേറ്റു മരിച്ച വനിതാ ഡോക്ടറുടെ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട നിമിഷം. കുറ്റവാളിയായി കരുതപ്പെടുന്ന ആ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ അറസ്റ്റ് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം ഈ കേസിലെ പ്രധാനപ്പെട്ട പല കുറ്റവാളികളെ CBI അറസ്റ്റ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോളേജിലെ മുൻ പ്രിൻസിപ്പലായ സന്ദീപ് ഘോഷിനെ CBI അറസ്റ്റ് ചെയ്തു. ഡോക്ടറുടെ മരണത്തിന് നീതി ലഭിക്കാൻ ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയ എല്ലാവരും ഈ ഒരു അറസ്റ്റിനെ തുടർന്ന് മധുരപലഹാരം വിതരണം ചെയ്ത് ആഘോഷിക്കുകയാണ്. 15 ദിവസത്തെ തീവ്രമായ പോരാട്ടത്തിന് ശേഷം CBIയുടെ 140 മണിക്കൂർ ഗൗരവമായ അന്വേഷണത്തിന് ശേഷം 2 പോളിഗ്രാഫ് ടെസ്റ്റിന് ശേഷം സർക്കാർ എങ്ങനെയെങ്കിലും അയാളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവയെല്ലാം തകർത്ത് CBI സന്ദീപ് ഘോഷിനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഈ ഒരു അറസ്റ്റിന് ശേഷം അടുത്തടുത്ത് വീണ്ടും പല അറസ്റ്റുകൾ സംഭവിച്ചു. സന്ദീപ് ഘോഷിന്റെ വളരെ അടുത്ത സുഹൃത്ത്, മുൻപ് ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗത്തിൽ ജോലി ചെയ്തയാൾ, ഈ ഒരു കേസിൽ സന്ദീപ് ഘോഷിന് വളരെ അടുത്തായിരുന്ന സുഹൃത്ത്, ഇപ്പോ തനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റായ ഒരു വ്യക്തി, അയാൾക്കും ഒരു സമൻസ് അയച്ചിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് പുറത്തു വന്നാൽ ഉടൻ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാനും CBI കാത്തിരിക്കുകയാണ്. കൂടാതെ സന്ദീപ് ഘോഷിന്റെ ബോഡി ഗാർഡ്, ആ ഒരു ആശുപത്രിയിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ, അയാളെയും CBI അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഈ ആശുപത്രിയുമായി ബന്ധമുള്ള 2 വെൻഡേഴ്സിനെയും CBI അറസ്റ്റ് ചെയ്തു. ഈ 2 പേർക്കും 50 വയസ്സോളമുണ്ട്. ഇങ്ങനെ CBI ഈ ഒരു അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിന് വേണ്ടി വലിയൊരു പ്രതിഷേധം നടത്തിയ എല്ലാവർക്കും ഒരു വലിയ നന്ദി തന്നെ പറയാം. ജനങ്ങളുടെ ശക്തിക്ക് മുൻപിൽ മറ്റൊരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രിൻസിപ്പൽ അറസ്റ്റ് ചെയ്തത് ഒരു വലിയ കാര്യമാണെങ്കിലും അതാണ് വലിയ കാര്യം, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നല്ല പറയുന്നത്. എല്ലാ അവസാനത്തിന്റെയും ഒരു തുടക്കം ഇതാണ്. ഇനി ഇവരുടെ അറസ്റ്റിന് പുറകിൽ പല കാരണങ്ങളും പല സത്യങ്ങളും പറയുന്നുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ഈ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് 2 തവണ പോളിഗ്രാഫ് ടെസ്റ്റ് എടുത്തു. കാരണം അയാൾ ഒരുപാട് തവണ പറഞ്ഞത് എനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല, ഈ നടന്ന കാര്യങ്ങളെല്ലാം യാദൃശികമായി നടന്നതാണ്, എന്തുകൊണ്ട് എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുവെന്ന്. കൂടാതെ സത്യം എന്താണെന്ന് അറിയാനായി CBI 2 പോളിഗ്രാഫ് ടെസ്റ്റ് എടുക്കുന്നു. 2 ആഴ്ചത്തോളം ഇയാളെ അന്വേഷണ വലയത്തിൽ വെച്ചു. കൂടാതെ ഈ CBI വന്നതിന് ശേഷമാണ് ഇയാൾക്ക് നേരെ തന്നെ ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത്. ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇയാൾക്ക് നേരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല. അയാളെ എങ്ങനെയെങ്കിലും ഈ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു അവർ. ഇങ്ങനെ CBI ഒരു കേസിലേക്ക് വന്നതിന് ശേഷം അയാളുടെ പേരിൽ ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. പിന്നീട് കേസ് അന്വേഷണം കൊണ്ടുപോയി. അതേ തുടർന്ന് ഇയാളുടെ പേരിലുള്ള പല പ്രോപ്പർട്ടീസ് CBI റൈഡ് ചെയ്യുന്നു. ആന്റി കറപ്ഷൻ റെയ്ഡ് നടക്കുന്നു. എല്ലാ പ്രൂഫും ഉപയോഗിച്ച് CBI കോടതിയിൽ പറഞ്ഞത് ഇയാൾ തീർച്ചയായും ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്തിയിട്ടുണ്ട്. അതായത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അവരെ പാസ്സാക്കുക. പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇവരൊക്കെ ഡോക്ടേഴ്സാണ്, നേരിട്ട് ഒരു മനുഷ്യ ശരീരത്തിൽ കൈവയ്ക്കുന്നവരാണ്. അങ്ങനെയുള്ള ഇവരെ പണം വാങ്ങി ജയിപ്പിച്ചു വിടുക. കൂടാതെ അവിടെയുള്ള മൃതദേഹങ്ങൾ, ശവശരീരങ്ങൾ, എത്രയോ അജ്ഞാത ശരീരങ്ങളായിരിക്കും ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകുന്നത് ദിനം പ്രതി. അവയെല്ലാം കുറഞ്ഞ വിലയ്ക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുക. കൂടാതെ അവിടെയുള്ള മെഡിക്കൽ സപ്ലൈസ്, മെഡിക്കൽ വേസ്റ്റേജ് എല്ലാം തന്നെ ബംഗ്ലാദേശിലേക്ക് വിൽക്കുക. ഗവൺമെന്റ് ആശുപത്രിയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള മെഡിസിൻസിനെ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുക. ഇങ്ങനെ ഒരു വലിയ ഫിനാൻഷ്യൽ ഫ്രോഡ് ഇയാൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് CBI അറസ്റ്റ് ചെയ്തത്. കൂടാതെ CBI പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷവും ഇയാൾ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച നടത്തി. അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാൾ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി, പല കാര്യങ്ങളും ഒഴിവാക്കി. ശരിയായ ആക്ഷൻ തുടക്കത്തിൽ എടുത്തില്ല. മാതാപിതാക്കൾക്ക് പോലും ശരിയായ ഒരു മറുപടി നൽകിയില്ല. മകൾക്ക് എന്ത് പറ്റിയെന്ന സത്യം പറയാൻ തന്നെ ഇയാൾക്ക് ഒരുപാട് സമയമെടുത്തു. ആദ്യം അതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. പോലീസ് ഒരു കേസ് ഫയൽ ചെയ്യാൻ അനുവദിക്കാതെ ഇയാൾ സമ്മർദ്ദം ചെലുത്തി. ഇയാൾക്ക് വലിയൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു, വലിയൊരു പിൻബലം ഉണ്ടായിരുന്നു. കൂടാതെ കോളേജിൽ നിന്നും റിസൈൻ ആയതിനു ശേഷം മറ്റൊരു വലിയ ആശുപത്രിയിലേക്ക് സ്ഥാനമാറ്റം കിട്ടുന്നു. എങ്ങനെ നോക്കിയാലും ഇയാൾക്ക് ഈ ഒരു കേസുമായി വലിയൊരു ബന്ധം തന്നെയുണ്ട്. ഇയാളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും 8 ദിവസത്തേക്ക് വേണ്ടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇയാളോടുകൂടി മറ്റു പലരെയും CBI അറസ്റ്റ് ചെയ്തു. ഡിപ്ലവ് സിംഗ, സുമൻ ഹസ്ര, അസർ അലി ഖാൻ, ഇത് കൂടാതെ 2 വെൻഡേഴ്സ്. ഇതിൽ ഡിപ്ലവ് സിംഗയും സുമൻ ഹസ്രയും
ഈ കൊൽക്കത്തയിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സും മെഡിസിൻസും വിൽക്കുന്നവരാണ് ഇവർ. ഈ ഗവൺമെന്റ് ആശുപത്രിയിലെ മെഡിസിൻസ് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുക, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ, ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്യുക. ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, മെഷീൻസ് എല്ലാം ഈ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നത് വിപ്ലവ് സിംഗയാണ്. ഈ സുമൻ ഹസ്ര മെഡിസിൻസ് എല്ലാം ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കും. രണ്ടിനും രണ്ട് വ്യക്തികൾ. ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. മൂന്നാമതായി ഉള്ളത് അഫ്സർ അലി ഖാൻ. ഇയാൾ സന്ദീപ് ഘോഷ്, അയാളുടെ പേഴ്സണൽ ബോഡി ഗാർഡാണ്, കൂടാതെ ആ ആശുപത്രിയിലെ ചീഫ് സെക്യൂരിറ്റി. പറഞ്ഞു വന്നാൽ ഒരു ഗുണ്ട എന്ന് പറയാം. ആരും ആ ഡോക്ടറെ എതിർത്ത് ചോദ്യം ചോദിക്കാൻ പാടില്ല. പ്രിൻസിപ്പൽ ഒരു തെറ്റ് ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നേരിട്ട് ചെന്ന് ഭീഷണിപ്പെടുത്തുക, അടിക്കുക, ഇങ്ങനെ ഒരു ഗുണ്ട പോലെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ സന്ദീപ് ഘോഷിന്റെ അറസ്റ്റിലൂടെ ഈ സംഭവം നടന്ന് ഏകദേശം 20-24 ദിവസം കഴിഞ്ഞ് അവിടെയുള്ള എല്ലാവരുടെ പ്രതിഷേധത്തിനും ഫലം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു അറസ്റ്റിന് ശേഷം ആ ലേഡി ഡോക്ടറുടെ മാതാപിതാക്കളോട് മീഡിയ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഇത് എങ്ങനെ കാണുന്നുവെന്ന്. അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ ഒരു അറസ്റ്റ് നടപടിയെല്ലാം കാണുമ്പോൾ ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നുണ്ട്, പക്ഷേ ശാശ്വതമായ ഒരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞു. അതിന് ലഭിക്കുന്നത് മരിച്ചുപോയ എൻ്റെ മകളുടെ മരണത്തിന് നീതി ലഭിക്കുമ്പോൾ മാത്രമാണ്. ഇതിനു പുറകിൽ ഒരുപാട് കുറ്റവാളികൾ ഇനിയുമുണ്ട്. അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നിയമം അനുശാസിക്കുന്ന ഉയർന്ന ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പാക്കണം. വീണ്ടും ഇങ്ങനൊരു സംഭവം നടക്കില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസവും സുരക്ഷയും നൽകണം. ആ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ആ മാതാപിതാക്കൾക്ക് സമാധാനം വരികയുള്ളൂ. എന്നാൽ ഈ ഒരു അറസ്റ്റ് പോലും സാധ്യമല്ലായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു സംഭവങ്ങൾ തുടക്കം മുതലേ നടന്നത്. സംഭവം നടന്ന അന്നത്തെ ദിവസം സന്ദീപ് ഘോഷ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 10:30 വരെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് കള്ളം പറഞ്ഞു. പിന്നീട് ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരു സംഭവത്തെക്കുറിച്ചുള്ള പല വിവരങ്ങളും പലരോടും ചോദിച്ചു എന്നൊരു കള്ളം പറഞ്ഞു. ഇത്ര ക്രൂര പീഡനങ്ങൾക്ക് ഇരയാവുകയും കൊല്ലുകയും ചെയ്ത ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന് കള്ളം പറഞ്ഞു. ആ ഒരു സത്യത്തെ മൂടി മറയ്ക്കാൻ ശ്രമിച്ചു. അവളുടെ പ്രേത പരിശോധന അവസാനിച്ചതും ശരീരം ദഹിപ്പിക്കണമെന്ന് മാതാപിതാക്കളെ നിർബന്ധിപ്പിച്ചു. അടുത്ത ദിവസം തന്നെ ഈ ഒരു ക്രൈം സീനെ കോംപ്രമൈസ് ചെയ്യാനായി ഒരു റെനോവേഷൻ ഓർഡർ കൊടുത്തു. തുടർന്ന് എല്ലാവരും ചേർന്ന് ഒരു പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചപ്പോൾ, ഇല്ല, മരിച്ചുപോയ പെൺകുട്ടി എനിക്കും മകൾ തന്നെയാണ്, എനിക്കും ഒരു മകൾ പോലെ തന്നെയാണ്, എൻ്റെ മനസ്സെന്തോ ശരിയല്ല, ഞാൻ റിസൈൻ ചെയ്യാൻ പോകുന്നു എന്ന് പറയുകയും അങ്ങനെ റിസൈൻ ചെയ്ത് വളരെ രഹസ്യമായി ആർജേക്കർ കോളേജിൽ നിന്നും അയാളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നാഷണൽ കോളേജ് ഓഫ് മെഡിസിൻ ആൻഡ് ഹോസ്പിറ്റൽ എന്ന മറ്റൊരു വലിയ കോളേജിലേക്ക് പ്രമോഷൻ വാങ്ങി അവിടെ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് ജോലിക്ക് ചേർന്നു. എല്ലാവരും ചേർന്ന് അന്വേഷണം തീവ്രമാക്കാൻ തുടങ്ങിയപ്പോൾ ആ സ്ഥലത്ത്, ആ പ്രതിഷേധം നടക്കുന്ന ആ സ്ഥലത്തിലേക്ക് തന്നെ ഒരു 100-150 ഗുണ്ടകളെ അയക്കുന്നു. ആശുപത്രിക്കുള്ളിൽ എല്ലാ CCTV ക്യാമറയും നശിപ്പിക്കുന്നു. അവിടെയുള്ള കമ്പ്യൂട്ടറെല്ലാം അടിച്ചു നശിപ്പിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറകിൽ നിന്ന് ചരട് വലിക്കുകയും അവസാനം CBI കണ്ടുപിടിച്ചപ്പോൾ, ഇല്ല, എനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല, ഇതൊക്കെ യാദൃശികമായി നടന്നൊരു കാര്യം മാത്രമാണ്, ഇതിനെയും ആ കൊലപാതകവുമായി നിങ്ങൾ വെറുതെ ബന്ധിപ്പിക്കുകയാണ് എന്ന് അവിടെയും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ ഒരു അറസ്റ്റിന് ശേഷം വെസ്റ്റ് ബംഗാൾ ഗവർണർ CV അനന്ത പറഞ്ഞൊരു കാര്യമുണ്ട്, ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ്, അവസാനത്തിന്റെ തുടക്കം ഇതാണ് എന്ന്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കേസുകളെയും പോലെ ഇതും ഒരു കേസ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതും അങ്ങനെ പോയിക്കൊള്ളും, ഒന്നുകിൽ ശിക്ഷ ലഭിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് ഈ ഒരു കേസിനെ മാറ്റി വയ്ക്കാതെ തുടർന്ന് പ്രതിഷേധം നടത്തുന്ന ഡോക്ടേഴ്സ്, വിദ്യാർത്ഥികൾ, അവരോടുകൂടി ചേർന്ന് നിൽക്കുന്ന ജനങ്ങൾ, ഇന്ത്യയിലുള്ള എല്ലാ ഭാഷയിലുള്ള ജനങ്ങൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മുതൽ മെയിൻ സ്ട്രീം മീഡിയാസ് വരെ അത്രയും പേർ ഈ ഒരു കേസിനെ ഓരോ നിമിഷവും ഉറ്റുനോക്കുകയാണ്, അടുത്ത അപ്ഡേറ്റ് അറിയാനായി കാത്തിരിക്കുകയാണ്. ഇവരെ മാത്രമല്ല CBI അറസ്റ്റ് ചെയ്തത്, മറ്റൊരുപാട് പേരുണ്ട് അറസ്റ്റ് ചെയ്യേണ്ട തയ്യാറെടുപ്പിലുമാണ്. ഈ സെമിനാർ ഹാളിൽ ഉടൻ തന്നെ ഒരു റെനോവേഷൻ വർക്ക് ആരംഭിക്കണമെന്ന് PWDയിലേക്ക് ഒരു ഡോക്യുമെന്റ് പോയത് ആർജേക്കർ മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ ഡോക്ടറുടെ പക്കൽ നിന്നാണ്. ആ സമയത്ത് അതിന് മുൻപിൽ പ്രതിഷേധം നടക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ സ്ഥലം നശിപ്പിക്കുന്നത്? അവിടെയുള്ള തെളിവുകൾ നശിപ്പിക്കാനാണോ? ഇങ്ങനെയുള്ള ഒരു ചോദ്യം വന്നു. ഇതിനെക്കുറിച്ച് CBI അന്വേഷിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് CBIക്ക് മനസ്സിലാകുന്നത് ആ ആശുപത്രിയിലെ സീനിയർ ഡോക്ടറായിരുന്നു PWDക്ക് ഇതിന്റെ ഒരു അനുവാദം നൽകിയത് എന്ന്. ഓഗസ്റ്റ് 9 സംഭവം നടന്നു. ഓഗസ്റ്റ് മാസം 10 അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സീനിയർ ഡോക്ടർ ഒരു ഡോക്യുമെന്റ് PWDയിലേക്ക് അയച്ചു. ഉടൻ തന്നെ ഇവിടെ റിനോവേഷൻ വർക്ക് ആരംഭിക്കണമെന്ന്. അങ്ങനെ CBIയുടെ അന്വേഷണം ഈ സീനിയർ ഡോക്ടറിലേക്ക് പോവുകയാണ്. ഇയാളും മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും സംഭവം നടന്ന ചില മണിക്കൂറിൽ തന്നെ സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലായി. കൂടാതെ ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇതിന് പുറകിലെ സത്യങ്ങൾ അറിയാനും CBI ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ഈ സഞ്ജയ് റോയ്ക്ക് ആശുപത്രിയിലുള്ള എല്ലാ മേഖലകളിലും ഒരു ആക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ അധികാരം എല്ലാം നൽകിയത് ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ ASI അനൂപ് ദത്ത, കൊൽക്കത്ത അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, ഇയാളാണ് ഈ സഞ്ജയ് റോയ്ക്ക് ഇത്രയേറെ അധികാരം ആശുപത്രിയിൽ നൽകാൻ കാരണമായത്.
ഈ അനൂപ് ദത്തയ്ക്ക് ഓഗസ്റ്റ് മാസം 9-ാം തീയതി സഞ്ജയ് റോയിൽ നിന്നും ഒരു കോൾ പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സഞ്ജയ് റോയ്ക്ക് ഇയാൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ നൽകി ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവൻ ചെയ്തതാണോ? അതല്ല എന്നുണ്ടെങ്കിൽ ഇവൻ ഈ സംഭവം നടത്തിയതിനു ശേഷം ഇതിൽ നിന്നും രക്ഷപ്പെടണം, ഈ തെളിവ് നശിപ്പിക്കണം, എങ്ങനെ പോലീസിനോട് സംസാരിക്കാം, എങ്ങനെയൊക്കെ ഈ കേസിൽ നിന്നും ഒഴിഞ്ഞു മാറാം എന്നുള്ളതിന് ചില സഹായം ഇയാളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാകുമോ? ഈ ഒരു രീതിയിലും ഇപ്പോൾ അന്വേഷണം പോകുന്നുണ്ട്. കൂടാതെ അനൂപ് ദത്തയും സഞ്ജയ് റോയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതേസമയം അനൂപ് ദത്തയും സന്ദീപ് ഘോഷും അടുത്ത സുഹൃത്തുക്കളാണ്. ഈ ഡോട്ടെല്ലാം കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ ഈ സീനിയർ ഡോക്ടറെയും അനൂപ് ദത്തയെയും പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തണമെന്ന് CBI കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സഞ്ജയ് റോയ്ക്ക് ഈ പോളിഗ്രാഫ് ടെസ്റ്റ് എടുത്തപ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ സെമിനാർ ഹാളിലേക്ക് പോകാനുണ്ടായ കാരണം മറ്റൊന്നായിരുന്നു. അഡ്മിറ്റ് ആയിരുന്ന ഒരു വ്യക്തിക്ക് ഓക്സിജൻ സിലിണ്ടർ ആവശ്യമായി വന്നു. അതിനു വേണ്ടിയുള്ള ഒരു ആവശ്യത്തിന് ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ഞാൻ 3-ാം നിലയിലേക്ക് പോയത്, ആ സെമിനാർ ഹാളിലേക്ക് പോയത്. പക്ഷെ അങ്ങനെ പോയപ്പോഴായിരുന്നു സെമിനാർ ഹാളിനകത്ത് ഈ ഡോക്ടർ മരിച്ചു കിടക്കുന്നത് കണ്ടത്. അത് കണ്ട് ഭയന്ന് ഞാൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടിയപ്പോഴായിരുന്നു എൻ്റെ ഹെഡ്സെറ്റ് താഴെ വീണത്. ഇങ്ങനെയൊക്കെയായിരുന്നു അവൻ ആ പോളിഗ്രാഫ് ടെസ്റ്റിൽ പറഞ്ഞത്. ആ സമയം CBI ചോദിച്ചത്, ശരി നീ ഭയന്ന് ഓടി വന്നു, എല്ലാം ഓക്കെ, പക്ഷെ നീ ഒരു സിവിക് വോളണ്ടിയർ ആണ്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ നീ ആദ്യം അറിയിക്കേണ്ടത് പോലീസിനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ആശുപത്രിയിലുള്ള അധികാരികളെ ആയിരിക്കണം. എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് ചോദിച്ചു. അതിനവന് ശരിയായ മറുപടി ഇല്ലായിരുന്നു. കൂടാതെ അവൻ ആ സെമിനാർ ഹാളിലേക്ക് പോയപ്പോൾ 3-ാം നിലയിലേക്ക് കയറി ചെല്ലുന്നതുവരെയും അവിടെ ഗാർഡ്സ് ഒന്നും ഇല്ലായിരുന്നു, അവിടെ മറ്റ് സ്റ്റാഫ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാവർക്കും പോളിഗ്രാഫ് ടെസ്റ്റ് എടുക്കാനുള്ള ഒരു അനുവാദവും കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള 3 ഓഡിയോ നോർത്ത് ഇന്ത്യൻ ന്യൂസ് മീഡിയാസിൽ റിലീസായി. അത് ഓഗസ്റ്റ് മാസം 9-ാം തീയതി ആശുപത്രിയിൽ നിന്നും ആ വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾക്ക് പോയൊരു കോളാണ്. രാവിലെ 10:53 ആദ്യത്തെ കോള് പോയി. 71 സെക്കൻഡ് സംസാരിച്ചു. ഒരു പെൺകുട്ടിയാണ് സംസാരിച്ചത്. അവർ RJ കർ മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടന്റായി ജോലി ചെയ്യുകയാണ്. രണ്ടാമത്തെ കോളിൽ ഒരു പുരുഷനാണ് സംസാരിച്ചത്. ഏകദേശം 46 സെക്കൻഡ് സംസാരിച്ചു. 3-ാമതായി പോയ കോൾ ആദ്യം സംസാരിച്ച അതേ പെൺകുട്ടി തന്നെയാണ്. 28 സെക്കൻഡ് സംസാരിച്ചു. ഈ ഒരു ഓഡിയോ ആയിരുന്നു ലീക്കായത്. ലീക്കായ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് 3 കാര്യങ്ങൾ. വളരെ ചുരുക്കി പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം, നിങ്ങളുടെ മകൾക്ക് സുഖമില്ല, നിങ്ങൾ വരണം. രണ്ടാമത്തെ കോളിൽ ഒരു എമർജൻസിയാണ്, പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരണമെന്ന്. 3-ാമത്തെ കോളിൽ പറഞ്ഞത് നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തുവെന്ന്. ഇങ്ങനൊരു 3 കോളുകളായിരുന്നു അവളുടെ മാതാപിതാക്കൾക്ക് ആ ഒരു സമയത്തിനുള്ളിൽ പോയത്. ഈ ഓഡിയോ എങ്ങനെ ലീക്കായി എന്നറിയില്ല, പക്ഷെ ലീക്കായതിനു ശേഷം പോലീസ് പറഞ്ഞത് ഇത് ഞങ്ങളാരും സംസാരിച്ചിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞു. ശരി, ആശുപത്രിയിലുള്ള ആരെങ്കിലും ആണ് സംസാരിച്ചതെങ്കിൽ അവരെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് ആരാണ്? ഈ ഒരു രീതിയിലും CBI അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സന്ദീപ് ഘോഷിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വെസ്റ്റ് ബംഗാൾ ഡോക്ടേഴ്സിന്റെ ഒരു ഫോറം അഡ്വൈസറായ ഡോക്ടർ കൗശിക് പറഞ്ഞ ഒരു കാര്യം, മരിച്ച ലേഡി ഡോക്ടർക്ക് ഈ കേസിലൂടെ മരിച്ച ലേഡി ഡോക്ടർക്ക് ആ ആശുപത്രിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്നതിനാൽ അവരെ നിശബ്ദയാക്കിയതാണ് എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ ഒരു ഡൗട്ടാണ്. ഇതിപ്പോ വലിയ ചർച്ചയായി. പക്ഷെ ഇതേ ഡൗട്ട് തന്നെ തുടക്ക സമയത്ത് ആ ഡോക്ടറുടെ മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നു. എന്റെ മകൾക്ക് എന്തൊക്കെയോ അറിയാമായിരുന്നു, ഒരുപക്ഷെ അതുകൊണ്ടാണോ അവൾക്കിങ്ങനെ സംഭവിച്ചതെന്ന് ആ സമയത്ത് അവർ ചോദിച്ചിരുന്നു. കൂടാതെ മറ്റൊരു വാർത്ത പുറത്തു വന്നത് TB മെഡിസിൻ, വളരെ ഗുണനിലവാരമുള്ള മെഡിസിൻസ് ആശുപത്രിയിൽ നിന്ന് ഫോറിനിലേക്ക് അയച്ചു. അതിനുശേഷം അത്ര ഗുണകരമല്ലാത്ത മെഡിസിൻസ് ആയിരുന്നു ആശുപത്രിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കിയ ഈ ഡോക്ടർ അതിനെ എതിർത്ത് ചോദ്യം ചോദിച്ചു. അതുകൊണ്ടാണോ അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പ്രതിപക്ഷത്ത് നിന്നും പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇതൊരു പക്ഷെ സത്യമാണോ എന്ന് ചിന്തിച്ചാൽ, ഇതിനകം തന്നെ സന്ദീപ് ഘോഷ് ബയോ വേസ്റ്റേജ് എല്ലാം ബംഗ്ലാദേശിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഫെയിലായ സ്റ്റുഡൻസിനെ എല്ലാം അവൻ പാസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കുറ്റാരോപണം നോക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് തന്നെ ഉയരുന്നുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ മെഡിക്കൽ മേഖലയിൽ തന്നെ ഇതൊരു അപമാനമെന്നാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ VP ആയിരുന്നു ഈ സന്ദീപ് ഘോഷ്. ഈ ഒരു സംഭവത്തിന് ശേഷം VP സ്ഥാനത്ത് നിന്നും അയാളെ മാറ്റുന്നു. ഈ സംഭവങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ മമതാ ബാനർജി പറഞ്ഞത്, ഇങ്ങനെയുള്ള അക്രമം ചെയ്യുന്നവർക്ക് എത്രയും പെട്ടെന്ന് മരണശിക്ഷ നൽകാനുള്ള നിയമം ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ്. ഇനി വെസ്റ്റ് ബംഗാളിൽ ഇങ്ങനെ ഒരു നിയമമായിരിക്കും ഉണ്ടായിരിക്കുക എന്നും അവർ പറഞ്ഞു. മൊത്തത്തിൽ കൊൽക്കത്ത ഡോക്ടറുടെ കേസിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് നീതി മാത്രമാണ്. അത് എത്രയും പെട്ടെന്ന് ലഭിക്കണമെന്നുമാണ് ആഗ്രഹം.
അതും ഒരാൾക്ക് മാത്രം ശിക്ഷ ലഭിച്ചാൽ പോരാ, ഇനിയും ഇതിന് പുറകിൽ ഒരുപാട് പേരുണ്ട്. CBI അന്വേഷണത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അടുത്തൊരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. സഞ്ജയ് റോയ്ക്ക് ശേഷം സന്ദീപ് ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയേറെ ദിവസം എടുത്തു. അപ്പോൾ ഇനിയും ചോദ്യം ചെയ്യലിൽ ഇനിയും ഒരുപാട് സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആ പുറത്തു വരുന്ന സത്യങ്ങളോട് ഇനി ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും പല ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളും വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു കേസിലൂടെ അറിയാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.